ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്രാവശ്യം ബഡ്ജറ്റിനൊപ്പം കഴിഞ്ഞ തവണ നമ്മൾ എൻവയോൺമെൻറ്റ് അതിന് 6-ാം തീയതി അവതരിപ്പിച്ചു. ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് ഡോക്യുമെൻറ്റുകൾ അതിനോട് അവതരിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതാണ് ഇപ്പം വിതരണം ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ സിറ്റിസൺസ് ബഡ്ജറ്റാണ്, സിറ്റിസൺസ് ഗൈഡ് ടു ബഡ്ജറ്റ്. ഇപ്പം ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഈ ബഡ്ജറ്റ് അതിൻ്റെ കണക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നതല്ല. ഈ കണക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്താവനകൾ പോലെയുള്ളതല്ല. നമ്മളിതിനകത്ത് എല്ലാ കണക്കുണ്ട്, ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള എല്ലാ കണക്കുകളും അത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് ചാർട്ടുകൾ സഹിതം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത്തവണ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും പ്രതിപക്ഷം പറയും. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ നോക്കുന്ന ആളുകളെന്ന നിലയിൽ ഇതിൻ്റെ ഓരോ ഭാഗവും നോക്കണം എന്ന് പറയാനാണ്. ബഡ്ജറ്റിനകത്ത് നമ്മൾ തുടങ്ങിയത് തന്നെ നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നേരത്തെയുള്ള കടുത്ത ഒരു സ്ഥിതിയേക്കാളും മാറി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആകെ ഇതിനെ കവർ ചെയ്തൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സിറ്റിസൺ ബഡ്ജറ്റിലും ഉണ്ട്, നമ്മുടെ ബഡ്ജറ്റിംഗ് ബ്രീഫിനകത്ത് എല്ലാ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനകത്ത് ഈ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ മാറ്റങ്ങൾ വന്നേ, ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മുടെ ബഡ്ജറ്റ് ബ്രീഫിലുണ്ട്, കോവിഡ് സമയം കഴിഞ്ഞിടത്ത് വല്ലാത്ത സ്റ്റാഗ്നേഷനായിരുന്നു. വലിയ തോതിൽ ഫണ്ടുകളൊക്കെ കിട്ടുന്ന സമയമായിരുന്നു. കോവിഡ് സമയത്ത് ബോറോയിങ് കൂടുതലുണ്ട്. ആ സമയത്ത് 12,000 കോടി രൂപ GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കണക്കുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ആയിട്ട് പോലും നമുക്കൊരു 1,58,000 59,000 അപ്പുറത്തേക്ക് വാർഷിക ചെലവ് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതിനകത്തല്ല നടത്തിയത്. പക്ഷേ ഈ വർഷം നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ 4-ാം വർഷം റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ 1,78,000 കോടി രൂപയുടെ എക്സ്പെൻസാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അത് മാർച്ച് വരെയുള്ളതാണ്. ചിലപ്പോൾ അതിനകത്ത് 2,000-3,000 കോടിയുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. എപ്പോഴും REയിൽ വരുന്നത് അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ 1,59,000 കോടിയിൽ നിന്നും 1,78,000 ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 18,000 കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും ചെലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെലവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരംഭത്തിൽ പറഞ്ഞത്. ഒരു പോസിറ്റീവായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു. പക്ഷേ കിട്ടാനുള്ള 50,000 കോടിയിലധികം രൂപ കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് തന്നെയാണ് ധനകാര്യ കമ്മീഷൻ മുന്നേ കാര്യങ്ങളും കണക്കുകളും അവതരിപ്പിച്ചത്. അവിടെ പറഞ്ഞ കണക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ കണക്കിനകത്ത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ടതനുസരിച്ച് അതെല്ലാം കിട്ടിയാൽ നമ്മുടെ സ്ഥിതി കുറച്ചുകൂടെ മെച്ചമാകും. എന്തായാലും നമ്മൾ ഡേ ടു ഡേ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതാകെ നിന്നു പോകുന്ന സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടാക്സിൻ്റെ കാര്യത്തിൽ, റവന്യൂവിൻ്റെ കാര്യത്തിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റാണ്. അതും ഇതിനകത്തുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. കണക്കതിനകത്ത് ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ ഒരു 5-8 പേജ് വായിച്ച അതിനകത്തുണ്ട്. 47,000 കോടിയായിരുന്നു സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. അവിടുന്നാണ് 80,000 കോടിയിലേക്ക് ഈ വർഷം 81,000 കോടിയാണ് എക്സാക്ട്ലി ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. 81,627. അതിൽ 80,000 കോടിയിലേക്ക് എത്തും. അന്ന് 47,000, ഇപ്പോൾ 80,000 എത്തും. അത് കോവിഡ് സമയത്തുള്ള ഒരു കണക്കിൽ നിന്ന് വരുന്നത് മാത്രമല്ല, കോവിഡ് വന്നുകൊണ്ട് ഗ്രോത്ത് നല്ലതുപോലെ വന്നു. പക്ഷേ കോവിഡിന് ആ സമയത്ത് 47,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ 80,000 സ്റ്റേറ്റ് ഓൺ ടാക്സ്. നമ്മുടെ തനത് വരുമാനം, നികുതിയും നികുതി ഇതരമായ വരുമാനം നോക്കുമ്പോൾ അത് 1,00,000 കോടിയിലേക്ക് അധികം വന്നു, 54,000 കോടി. അപ്പോൾ ആ ഗ്രോത്ത് ഉണ്ട്. സ്പെൻഡിങ്ങിൻ്റെ കാര്യം എടുത്താലും കഴിഞ്ഞ 5 വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചെലവ് ഒരു വർഷം 1,17,000 കോടിയാണ്. 2016 മുതൽ 2021 വരെ. അതിനു മുമ്പുള്ളത് എടുക്കുമ്പോൾ അതിനേക്കാളും വളരെ കുറവാണ്. ഞാൻ ആ കമ്പാരിസണിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നതിന് വലിയ വെട്ടിക്കുറവ് വന്നു. എന്നിട്ടും ഈ ഗവൺമെൻറ് കാലത്ത് പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പണമില്ല, ചുമ്മാതെ പറയുകയാണെന്നത് പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലല്ല. ഇപ്പോൾ ഈ വർഷം 1,78,000 കോടിയാണ്. 1,17,000 നിന്ന് 1,78,000 എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആവറേജ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 1,64,000 കോടി, 50,000 കോടി അധികം വന്നു.
അപ്പോൾ സാമ്പത്തിക രംഗത്ത് ആ ഗ്രോത്ത് ഉണ്ട്. ഈ വർഷം 1,78,000 കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,98,000 കോടിയാണ്. പ്രീവിയസ് എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. പക്ഷേ നമ്മളിപ്പം വരുന്ന എല്ലാ കണക്കൂടെ വെച്ചിട്ടാണ് ആ 1,80,000 കോടിയിലേക്ക് ഒരു 20,000 കോടിയും കൂടി അടുത്ത വർഷം ആവുമ്പോഴേക്കും ഗ്രോത്ത് വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ കണക്കും ബഡ്ജറ്റും അവതരിപ്പിച്ചേക്കുന്നത്. ആ ബഡ്ജറ്റ് വെറുതെ ഒരു ബഡ്ജറ്റായിട്ട് പോകുന്നതല്ല. ഈ അടുത്തൊരു വർഷക്കാലവും നിങ്ങളെല്ലാം കാണേണ്ടതാണ്, കണക്ക് നമ്മൾ നോക്കേണ്ടതാണ് എന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ല മെച്ചം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും കേരളത്തിൻ്റെ ഗ്രോത്തിനെ നല്ലതുപോലെ മുൻപോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തുക എന്നുള്ളതല്ല, കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാനിവിടെ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ചിലതെല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതില്ല, പിന്നെ ഇതിലുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട സ്പീക്കറും ഒരു അനുവാദം തന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ചിലതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി വന്നിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല, കേരളത്തിൽ ഈ രംഗത്ത് വരുന്ന ഗ്രോത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം.